സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് മുമ്പ് മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇതുണ്ടല്ലോ ചർച്ച, അത് അവസാനിച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അത് സമാധാന സന്ധിയിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അതാണിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലും ഹമാസും തമ്മിലൊരു സീസ് ഫയർ സന്ധി ഉണ്ടായിട്ടില്ല, അത് അവസാനിച്ചു എന്നും ഇപ്പോൾ റിപ്പോർട്ട് വന്നു. അതൊരു കാര്യം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ വേറൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഈ ഒന്ന് രണ്ട് കാര്യം പറയുന്നുള്ളൂ കേട്ടോ, അല്ലാതെ നീട്ടിപ്പോകാൻ വേണ്ടിയിട്ടല്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ടല്ലോ ഹമാസിൻ്റെ, അവർ റോക്കറ്റ് അറ്റാക്ക് നടത്തി ഇന്ത്യയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിൻ്റെ സോൾജേഴ്സും ഒക്കെ ഉണ്ടായിരുന്നത് അതൊരു ക്രോസിങ് ഓവർ ചെയ്യുന്ന സ്ഥലം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ആ റോക്കറ്റ് ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, 3 ഇസ്രായേൽ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അവർ ഇത്രയും കാലമായിട്ട് റോക്കറ്റ് ഹമാസിൻ്റെ ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഒക്ടോബർ 7 ശേഷം ഇങ്ങനെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യയിലെ ഒരു ഓർമ്മയിലും ഇല്ല. ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ ഇവരുടെ അറ്റാക്കിൽ, ഹമാസിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ 3 പട്ടാൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ക്രോസ് ഓവർ ഗാസയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇസ്രായേലിനും ഗാസയുടെ ഇടയ്ക്കുള്ള ക്രോസ് ഓവർ നിർത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് സത്തേൺ ഇസ്രായേൽ സംഭവിച്ച നോർത്തേൺ ഇസ്രായേലിലേക്കാണെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭയങ്കരമായ രീതിയിലുള്ള ഡ്രോണും മറ്റുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേറെ വീഡിയോയിൽ ഇന്ത്യയിൽ നൽകാം. അങ്ങനെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊരു കാര്യം. റാഫയിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് വേറെ വന്നിട്ടുണ്ട്. അവിടെ നിരപരാധികൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. ഇന്ത്യയിൽ അത് പറയാനല്ലോ വന്നത്. പിന്നെ ഹൂത്തികളുടെ കാര്യവും ഒക്കെ വേറെയും പറയാനുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങാനുള്ള ആളുകൾ ഒക്കെ വെയിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. രാവിലെ ഇങ്ങനെ എപ്പോഴും ഒരു നെഗറ്റീവ് ട്രെൻഡോടെ ആണ് സാധാരണ തുടങ്ങാറുള്ളത്. അപ്പോൾ പുലർച്ചെ അത് രാവിലെയുള്ള റിപ്പോർട്ട് നമ്മൾ ഗോൾഡിൻ്റെ പറയുകയാണെങ്കിൽ, അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് തുറന്ന് $2,301 നിന്നായിരുന്നു ഒരു ഔൺസിന്. ഇപ്പോൾ അത് $2,292 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ട്. -9.10 ഇടിവാണ്. 0.4% ഇടിവാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ സ്വർണ്ണവില ഒരു പവന് 52,680 രൂപയാണ്. ഇന്നിപ്പോൾ ഒരു കേരളത്തിലൊരു ഏകദേശം 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. ലോങ് ടൈമിലേക്ക് ഗോൾഡ് വലിയ നമ്പറിലേക്ക് പോകും. 60, 70, 80 ഒക്കെ കടന്നു പോകുന്ന നിലയിലൂടെയുള്ളത്. ഷോർട്ട് ടൈമിലും ഈ പ്രശ്നം തീരാത്തത് കൊണ്ട് ഗോൾഡ് ഇനിയും ഉയരാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകൾ അടഞ്ഞിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ അറിയിക്കുന്നതായിരിക്കും. അത് അറിയുന്നതിന് വേണ്ടി അതൊരു ഏകദേശം ഒരു 9:30-10 മണി ആ സമയത്തായിരിക്കും വരിക. അത് അറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.